അരിപ്പകളില്ലാത്ത അടുക്കള ഉണ്ടാവില്ല അല്ലേ? അത്രത്തോളം അരിപ്പകൾ ഉണ്ടാവും നമ്മളെ കയ്യിൽ. ഒരു 2 മാസമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പുതിയത് വേറെ വാങ്ങും. നമ്മൾ എത്ര നമ്മൾ ക്ലീൻ ചെയ്താലും അതിൻ്റെ ഒരു ചായക്കറ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണല്ലേ. അപ്പം നമ്മൾ മിക്കപ്പോഴും പഴയത് വെറുതെ കളയലാണ്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു അരിപ്പ പോലും ഇനി നിങ്ങൾ വെറുതെ കളയില്ല കേട്ടോ. അത്ര ഉപയോഗപ്രദമായ നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമായി വരും. അപ്പോൾ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. പലപ്പോഴും ഞാൻ പല വീഡിയോസും കാണിക്കുന്നതിന് മുമ്പ് ഫ്ലോപ്പ് ആവുന്ന കുറേ കാര്യങ്ങളുണ്ടാവും കേട്ടോ. അതൊന്നും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറില്ല. പക്ഷേ ഇത് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന്. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ചെയ്തു നോക്കി ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് നിങ്ങളുമായിട്ട് കാണിക്കാറില്ല. നിങ്ങളെ കാണിച്ച് വെറുതെ ബോറടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ചെയ്തു നോക്കിക്കേ. ഞാൻ ഒരു വീഡിയോ കണ്ട് ഇതുപോലെ നമ്മളുടെ സ്റ്റീലിൻ്റെ അരിപ്പ ചൂടാക്കി കഴിഞ്ഞ് അതൊന്ന് കഴുകി എടുത്ത് കഴിഞ്ഞാൽ ക്ലീൻ ആകും എന്നാണ് ഞാൻ ആ ഒരു വീഡിയോ കണ്ടത്. പക്ഷേ ഇതുപോലുള്ള മെറ്റിൽ നമ്മൾ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയാണ്. പിന്നെ നമ്മളത് ഉപയോഗിക്കാൻ പറ്റൂല. അപ്പോൾ ഈ ഒരു ടിപ്പ് കണ്ട് ആരും പരീക്ഷിക്കാൻ നിൽക്കേണ്ട. അപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് കരുതും. പക്ഷെ നമുക്ക് പല രീതിയിലും അത് ഫ്ലോപ്പ് ആകുമ്പോൾ പിന്നെ വേറെ ടിപ്പുകൾ നമ്മൾ കണ്ടുപിടിച്ച് ചെയ്ത് നോക്കി സക്സസ് ആകുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ അരിപ്പ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇങ്ങനെ താഴോട്ട് വീണ് പോവുക എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടിരിക്കും. ഇതുപോലുള്ള കഴുകിയാലൊന്നും വൃത്തിയാകാത്ത കളയാൻ വെച്ചിരിക്കുന്ന അരിപ്പകൾ കൊണ്ട് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിൽ ഒരു ടിപ്പ് ഞാനിവിടെ കാണിച്ചു തരാം. നല്ലതുപോലെ തന്നെ ഇത് വെട്ടിയിടുക. ഒരു ടിപ്പല്ല കേട്ടോ, 2 ടിപ്പ്. ഇതുകൊണ്ട് ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ വെട്ടി ആ ഒരു അരിപ്പ ഭാഗം കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഇടികല്ലിൽ ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമ്മൾ ഉള്ളി എന്ത് ചതയ്ക്കുമ്പോഴും പുറത്തേക്ക് തെറിച്ചു പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അതില്ലാതിരിക്കാൻ ഈ ഒരു അരിപ്പ ഇതുപോലെ വെച്ച് കൊടുത്താൽ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ രാത്രി കാലങ്ങളിൽ പാറ്റയും പല്ലിയൊക്കെ വന്ന് ഇത് നക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു അരിപ്പ വെച്ച് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് അവയ്ക്ക് കടക്കാനും സാധിക്കില്ല. അങ്ങനെ 2 കാര്യങ്ങൾ ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ ഈ ഒരു അരിപ്പയിൽ ഇതുപോലെ ഒരു സെലോ ടാപ്പ് എന്തെങ്കിലും നല്ല ഭംഗിയുള്ള റിബണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ടേപ്പ് കൊണ്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നത്. നല്ല ഭംഗിയുള്ള റിബണൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി കൂടി ഭംഗിയായിരിക്കും. ക്രാഫ്റ്റ് ഒന്നും അധികമൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ വീട്ടിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ മേടിച്ച് വയ്ക്കാറില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനൊരു ഭംഗി വരുത്തുവാൻ വേണ്ടിയാണ് കേട്ടോ, ആ അരിപ്പയുടെ ഒരു ഇത് മാറ്റാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഹാങ് ചെയ്തിട്ട് നമ്മൾ അടുക്കളയിൽ നില നമ്മൾ എവിടെ വേണമെങ്കിലും ഇതുപോലെ നമുക്ക് ടർക്കിയൊക്കെ ഹാങ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. വളരെ സിമ്പിളായിട്ട് കിടക്കും. ഞാൻ പറഞ്ഞില്ലേ, നല്ല ഭംഗിയുള്ള റിബണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയോടുകൂടി കിടക്കും. അടുക്കളയുടെ ഏതെങ്കിലും ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് ഈ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇത് നല്ല അരിപ്പയാണ്, പുതിയ അരിപ്പയാണ്, കളയാൻ വെച്ചേക്കുന്ന അരിപ്പയല്ല. ഇതുപോലെ നല്ല നീട്ടമുള്ള അരിപ്പ വാങ്ങണം കേട്ടോ. ആ ഒരു നെറ്റ് നല്ല നീട്ടത്തോടു കൂടി ഇരിക്കുന്ന, ഇതിനേക്കാൾ കൂടുതൽ നീട്ടമുള്ള നെറ്റാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതാണ് കേട്ടോ. അതൊന്ന് വെട്ടി 2 ഭാഗവും കളഞ്ഞതിന് ശേഷം നമ്മൾ ആ പ്ലാസ്റ്റിക് ഭാഗങ്ങളിൽ തള്ളി നിൽക്കുന്ന ആ ഭാഗങ്ങളെല്ലാം വെട്ടി കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു 3 ഓട്ട വെച്ചിട്ടാണ് ഞാൻ ഒരു ഭാഗത്ത് 2 സൈഡിലും കൂടെ 6 ഓട്ട ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. നേരിയ ഒരു കത്തി കൊണ്ടൊന്ന് ടച്ച് ചെയ്താൽ മതി. 6 ഓട്ടയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ വളരെ വളരെ ഉപകാരപ്രദമായ നമുക്ക് എന്നും എപ്പോഴും ചെയ്യുന്ന ഒരു ജോലി വളരെ എളുപ്പമാക്കാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കേബിൾ ടൈ ആണ് കേട്ടോ. ഇതൊക്കെ നമുക്കിപ്പം ഓൺലൈൻ വാങ്ങാൻ കിട്ടും. ഇല്ലെങ്കിൽ ഈ പൈപ്പിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലൊക്കെ ഇത് സിമ്പിളായിട്ട് വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ക്രോസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അടിഭാഗം നല്ല ടൈറ്റ് ആയിരിക്കണം, മേൽഭാഗം കുറച്ച് ലൂസായാലും കുഴപ്പമില്ല. ഇതുപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മളുടെ 3 എണ്ണം വെച്ചിട്ട് ക്രോസ് ചെയ്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അരിപ്പകൾ കൊണ്ട് പല രീതിയിൽ നമുക്ക് ഉപയോഗങ്ങളുണ്ട്. അത് പലതും പല കാര്യങ്ങളും അറിയാതെ പോകുമ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് ജോലികൾ എളുപ്പമാക്കുവാനും അതുപോലെ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ വളരെ എളുപ്പമാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഇതുപോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ക്രോസ് ചെയ്ത് നമ്മൾ ഇപ്പോൾ കേബിൾ ടൈ വളരെ ചെറുതാണെങ്കിൽ 2 എണ്ണം ഒരുമിച്ച് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നല്ല നീട്ടമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരെണ്ണം വെച്ചിട്ട് ഒരു ക്രോസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ചില കേബിൾ ടൈ വളരെ ചെറുതായിരിക്കും. അപ്പോൾ 2 എണ്ണം യോജിപ്പിച്ചിട്ട് ഇതുപോലെ ചെയ്താലും മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുമ്പോൾ നീട്ടമുള്ളത് വാങ്ങിച്ചാലും മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ ഒന്ന് ടൈറ്റ്, അടിഭാഗം നല്ല ടൈറ്റ് ആയിരിക്കണം, മേല് കുറച്ച് ലൂസായിരിക്കണം കേട്ടോ. നമ്മൾ തുണികൾ അലക്കുമ്പോഴേ ഏറ്റവും വലിയ പ്രശ്നമാണ് വാഷിംഗ് മെഷീനിൽ അഴുക്ക് താഴെ പോയി അടിഞ്ഞ് നിൽക്കുക. അടിഞ്ഞ് നിൽക്കുമ്പോൾ വേറൊരു പ്രശ്നമില്ല, വാഷിംഗ് മെഷീൻ പെട്ടെന്ന് ചീത്താകും, അതൊരു പ്രോബ്ലം. പിന്നെ ആ അഴുക്ക് അവിടെ കിടന്നിട്ട് നമ്മൾ തുണികൾ പിന്നെയും കഴുകുമ്പം ആ അഴുക്കുകളാണ് പിന്നെയും നമ്മളുടെ ഡ്രസ്സിൽ കയറി പിടിക്കുന്നത്. അത് ഫുള്ള് നീറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇതിലുള്ള അഴുക്കും സാധനങ്ങളൊക്കെ ഈ ഒരു അരിപ്പ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അരിപ്പയിൽ വന്ന് സ്റ്റോർ ആകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിപ്പോൾ അലക്കി കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ തുണികൾ നല്ല കളർ വെക്കുവാനും ഇത് സഹായിക്കുന്നതാണ്. വാഷിംഗ് മെഷീൻ്റെ ഈടും കൂടും, അഴുക്കും അടിയില്ല, നല്ല ക്ലീനായിട്ട് കിടക്കും. കണ്ടില്ല, ആ ഒരു ഭാഗത്ത് വന്നിങ്ങനെ ഇതുപോലെ ഉള്ളിൽ വന്ന് കിടന്നോളും. ഇത് അരിപ്പ ഇത്തിരി നെറ്റ് നീട്ടമുള്ളതാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കും. കണ്ടില്ലേ, ഇതിലുള്ള അഴുക്ക് ഇതിപ്പം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വന്നില്ലെങ്കിൽ ആ ഒരു താഴെ പോയി കിടന്ന് അത് പിന്നെ നമ്മൾ തുണിയിട്ട് അലക്കുമ്പം ആ ഒരു അഴുക്ക് അതിലെന്തായാലും മിക്സ് ആവില്ലേ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതുപോലുള്ള സ്റ്റീൽ അരിപ്പ നമുക്ക് പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ഒന്ന് വളച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ നേരത്തെ ചൂടാക്കിയ അരിപ്പയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കളയാൻ വെച്ചേക്കുന്ന അരിപ്പകളാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു അരിപ്പയൊക്കെ ക്ലീനാക്കി എത്രത്തോളം ക്ലീനാക്കി എടുത്താലും ആ ഒരു കറയൊക്കെ പോയി കിട്ടാൻ വളരെ പാടാണ്. ഈ ഇത് നമ്മൾ മറ്റുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. പക്ഷേ പല കാര്യങ്ങളും ഞാൻ ചെയ്ത് നോക്കുമ്പോൾ അത് ശരിയാകാറില്ല കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ കളഞ്ഞിട്ട് വേറെ മേടിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ കളയണതിന് മുമ്പ് നമുക്ക് ഇതുപോലെയൊക്കെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കളയുക. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങിക്കഴിഞ്ഞാൽ മുട്ട മാത്രമല്ല ഏതൊരു ചൂട് സാധനങ്ങളും എടുക്കുവാനായിട്ട് ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട്, അതും വെള്ളം നല്ല പോലെ തന്നെ ഊറ്റിയെടുക്കുവാനായിട്ടും സഹായിക്കും. നമ്മൾ ഉരുളക്കിഴങ്ങ്, നമ്മളിപ്പോൾ തക്കാളി എന്തെങ്കിലും പുഴുങ്ങാനിട്ടാൽ എന്തെങ്കിലും നമ്മൾ ചൂടിൽ നിന്ന് എടുക്കാനായിട്ട്, ഇതിപ്പോൾ ഞാൻ മുട്ട മാത്രമാണ് കാണിച്ചു തരുന്നത്. പക്ഷേ നമ്മളുടെ കൈ പൊള്ളുന്ന ഏതൊരു സാധനവും നമുക്ക് ഇതുപോലെ കോരിയെടുക്കാൻ ഈസിക്ക്, അതും വീണു പോകുമോ നിലത്തേക്ക് പോകുമോ ഒന്നും പേടിക്കാതെ തന്നെ നല്ല പോലെ തന്നെ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇതുപോലെ ഗ്ലാസ്സിലൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുകയോ ചായ ഒഴിക്കുമ്പോഴൊക്കെ ഇതുപോലുള്ള അരിപ്പകൾ വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ അങ്ങോട്ട് വീണു പോകും അല്ലേ. പക്ഷേ ഇതുപോലെ അരിപ്പ ഷേപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈസിക്ക് തന്നെ നമുക്ക് എന്തും ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ സ്ക്രബ്ബറൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പോയി നല്ലതുപോലെ കഴുകിയിട്ട് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ രാവിലെ വരുമ്പോഴത്തേക്കും നല്ല ക്ലീനായിട്ടിരിക്കും. ഫുൾ അതിലെ വെള്ളമൊക്കെ പോയി, അല്ലെങ്കിൽ വെള്ളമൊക്കെ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുമ്പം ഒരു ഭയങ്കര ബാഡ് സ്മെല്ലും ആയിരിക്കും. അതില്ലാതിരിക്കാൻ നല്ല സൂപ്പറാണ്. അതുപോലെ ഇതുപോലുള്ള കളയാൻ വെച്ചേക്കുന്ന അരിപ്പകൾ ഇതുപോലെ നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പോൾ ഈ ഒരു അടിഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സിങ്കിലേക്ക് പൊടികളൊന്നും പോയി ബ്ലോക്ക് ആകാതെ നല്ല ക്ലീനായിട്ട് തന്നെ എപ്പോഴും നമ്മൾ സിങ്ക് ഇരിക്കുകയും ചെയ്യും. ക്ലീനിങ് പണി വളരെ എളുപ്പമാവും. ആ ഒരു വേസ്റ്റ് കളയാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഒരു വലിയ കയ്യിൽ നമ്മളുടെ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക്
വേണമെങ്കിൽ അരിപ്പൊടി എടുക്കാം, ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അടുത്തതായിട്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ ഈനോ ആണ് കേട്ടോ. ഈനോ നമ്മളുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് നമ്മൾ ഗ്യാസ് പ്രോബ്ലം, വയറിനുണ്ടാകുന്ന അസിഡിറ്റി മാറ്റുവാനൊക്കെ നമ്മളിത് കുടിക്കുന്ന ഒരു മെഡിസിനാണ്. മിക്കവർക്കും അറിയാൻ പറ്റും. നമ്മൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ വളരെ സിമ്പിളായിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയി ഈനോ എന്ന് ചോദിച്ചാൽ മതി. ഇത് ക്ലീനിങ്ങിന് വളരെ നല്ലതാണ്. ഇതിനു മുമ്പ് ഞാൻ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട് ഈനോ വെച്ച് ക്ലീനിങ്. അപ്പോൾ അത് നല്ല എഫക്റ്റാണ്. കരിമ്പനൊക്കെ പോകാൻ നല്ല സൂപ്പറാണ് കേട്ടോ ഈ ഈനോ. അപ്പോൾ ആ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് 2 പാക്കറ്റാണ് ഈനോ ഇട്ട് കൊടുത്തേക്കുന്നത്. അത് പിന്നെ നമുക്ക് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിയുപ്പോ അല്ലെങ്കിൽ കല്ലുപ്പോ ഇട്ട് കൊടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എന്തെങ്കിലും കളർ വേണമെങ്കിൽ ചേർക്കാൻ, വേണ്ടെങ്കിൽ വേണ്ട കേട്ടോ. എന്തെങ്കിലും ഒരു ഇതുപോലെ വെള്ളയായിട്ട് ഇരിക്കണം, ഇഷ്ടമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളറൊക്കെ ചേർത്ത് ഒരു ഭംഗിയാക്കാം. പിന്നെ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് വീട്ടിലുള്ള എല്ലാം ക്ലീനിങ് ചെയ്യാനായിട്ട് ഈ ഒരു പൗഡർ നമുക്ക് ഇപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി ഞാൻ ചെയ്തിട്ടില്ല, അത് നമുക്ക് ഒരു മാസത്തേക്ക് ഉണ്ടാകും കേട്ടോ. പിന്നെ നമ്മൾ മുക്കാ കയ്യിൽ നമ്മൾ ഗോതമ്പ് പൊടി എടുത്ത കയ്യിലിന് മുക്കാ കയ്യിൽ നമ്മൾ സോപ്പ് പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ക്ലീൻ ആയിട്ടുള്ള വെള്ളമൊന്നും ഇല്ലാത്ത ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് വയ്ക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഇത് വെള്ളം ചേർത്ത് നമുക്ക് ക്ലീനിങ് പണിയുള്ള ദിവസങ്ങളിൽ ഇത് നമുക്ക് എല്ലാ ദിവസവും വീട് ക്ലീൻ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം ക്ലീനിങ്, നല്ല ഡീപ്പ് ക്ലീനിങ് അല്ലെങ്കിൽ നല്ലപോലെ മെഴുക്കൊക്കെ ഉള്ള ദിവസങ്ങൾ, ബാത്റൂം കഴുകുക, അതുപോലെ സിങ്കിലൊക്കെ ബാഡ് സ്മെൽ ഉള്ളപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ഇത്രയും ക്വാണ്ടിറ്റി ഇപ്പം ഒരു 3 ദിവസത്തേക്കെങ്കിലും നമുക്ക് ഉണ്ടാവും കേട്ടോ. നല്ല എഫക്റ്റാണ് ഈനോയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും അതുപോലെ ബേക്കിംഗ് സോഡയും എല്ലാം കൂടെ. സോപ്പ് പൊടി കുറേ ഒന്നും പതഞ്ഞിങ്ങനെ വരെയൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് നിങ്ങളെ ശരിക്കും നെട്ടിച്ച് കളയും. നമ്മൾ ഹാംഫുള്ളായിട്ടുള്ള കെമിക്കലായിട്ടുള്ള ലിക്വിഡൊക്കെ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗ ആകട്ടെ അല്ലെങ്കിൽ ബാത്റൂം ടൈലാകട്ടെ എന്തൊരു സാധനവും കുറച്ച് കഴിയുമ്പോൾ ഫെയ്ഡായി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഇല്ലേ. നമുക്ക് ക്ലീനായി കിട്ടും, പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ. പക്ഷേ സാവകാശം നമ്മളെ സാധനങ്ങൾ നശിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് ഉപയോഗിച്ചാൽ യാതൊരു കാരണവശാലും അങ്ങനെ ഒരു പ്രോബ്ലമേ ഉണ്ടാവില്ല. ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒന്ന് ടർക്കി കൊണ്ട് തുടച്ചെടുത്താൽ മാത്രം മതി. ഇത് ബാത്റൂം ടൈലാകട്ടെ, ബാത്റൂമിൻ്റെ ഫ്ലോർ ആകട്ടെ, ക്ലോസറ്റ് ആകട്ടെ, ഇനി നമ്മൾ സിങ്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ബാഡ് സ്മെൽ ഉണ്ടാവില്ലേ, മീനൊക്കെ മുറിച്ച് തന്നെ നല്ലൊരു മണമായിരിക്കും അല്ലേ, എത്ര കഴുകിയാലും പോകില്ല. പക്ഷേ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നിങ്ങളൊന്ന് കഴുകി നോക്കണം കേട്ടോ. ഒറ്റ കഴുകലിന് തന്നെ ആ ഒരു സ്മെല്ലേ പോയി കിട്ടും. അതുപോലെ ഓവില ആ ഒരു ബാഡ് സ്മെല്ല് പോകുവാനും വളരെ നല്ലതാണ്. കെമിക്കലോ ഹാംഫുള്ളായിട്ടുള്ള കെമിക്കലോ ഭയങ്കര വീര്യം കൂടിയ കെമിക്കലോ ഒന്നും അല്ലല്ലോ, സാധാ ഒരു എന്താ പറയുക ലൈറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സാധനങ്ങൾ, നമ്മുടെ സിങ്ക് ആകട്ടെ, ഗ്യാസ് അടപ്പാകട്ടെ, ബാത്റൂം ടൈലാകട്ടെ എല്ലാം നല്ല ക്ലീൻ ആകുകയും ചെയ്യും. ഫെയ്ഡായി പോകുക, ചീത്തായി പോവുക അങ്ങനെയുള്ള പ്രോബ്ലവും ഉണ്ടാവില്ല കേട്ടോ. മസ്റ്റായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കണം. വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ള, ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എല്ലാ ടിപ്സും ചെയ്തു നോക്കുക.